ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മാർച്ച് 17 ഞങ്ങളുടെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ രാവിലെ പോയിട്ടുണ്ടായിരുന്നു. എപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും നല്ല കാര്യത്തിന് ഇറങ്ങിയാലും ഞങ്ങൾ ഫസ്റ്റ് പോകുന്നത് കരിക്കകത്തായിരിക്കും. ഗൈസ്, നമ്മൾ വീട്ടിലേക്ക് കിളമ്പുന്നു. അങ്ങനെ വരുന്ന വഴിക്ക് എനിക്കൊരു പാൽ സർബത്ത് വാങ്ങിച്ചു തന്നിട്ടുണ്ട്. ഇതിൽ ബൂസ്റ്റും നറുതണ്ടിയൊക്കെ ചേർത്തിട്ടുള്ളതായിരുന്നു. വലിയ കുഴപ്പമില്ലായിരുന്നു, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ രാവിലെ കാപ്പിയൊന്നും കഴിച്ചില്ലായിരുന്നു. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റും അല്ല ലഞ്ചും അല്ലാത്ത രീതിയിൽ ഞങ്ങൾ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് പാപ്പാഞ്ചാണിയിലുള്ള ഒരു കടയാണ് പുട്ടും നാടൻ കോഴി പെരട്ടൊക്കെ കിട്ടുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. എല്ലിനെ പീഡിപ്പിക്കുന്ന പിന്നെ ഇങ്ങനെ ശുഭം. ഇവിടെ അഖിലിൻ്റെ വീട്ടിൽ ആരുമില്ലായിരുന്നു. അവർ അച്ഛനും അമ്മയും രണ്ടുപേരും ജോലിക്ക് പോയിട്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി ഞങ്ങളുടെ വീട്ടിലോട്ട് പോയി ഉച്ച കഴിഞ്ഞപ്പം ബാക്കിൽ അച്ഛനും അമ്മയും തകർത്തെന്തോ അടി ഉണ്ടാക്കിയാണ്. അമ്മ ഉണ്ടാക്കിയ കറി എന്തോ അച്ഛന് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഞങ്ങൾ വന്നുകൊണ്ട് അമ്മ ഞങ്ങൾക്ക് മുട്ട ബജി ഉണ്ടാക്കി തന്നു. എനിക്ക് ഭയങ്കരമായിട്ട് മുട്ട ബജി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മ എനിക്ക് മുട്ട ബജി ഉണ്ടാക്കി തന്നു. അങ്ങനെ ഞങ്ങൾ വൈകിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് അഖിലിന് കുറച്ച് പ്രാവ് എടുക്കണമായിരുന്നു. അങ്ങനെ പ്രാവിനെ എടുത്ത് വരുന്ന വഴിക്ക് അവിടെ കരിക്ക് വെട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കരിക്ക് വാങ്ങിച്ചു തന്നു. വലിയ കരിക്കായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് പ്രത്യേകിച്ചൊന്നുമില്ലായിരുന്നു. ഒരുപാട് വെള്ളം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് 1/2 ലിറ്ററിൽ കൂടുതൽ വെള്ളം ഉണ്ടായിരുന്നു. കുറേ നേരം ഇരുന്ന് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ കുടിച്ചത്. ഒരുപാട് മധുരവും ഇല്ലായിരുന്നു. ദാഹം തീർക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കരിക്കായിരുന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ പോയിട്ട് പിന്നെ വൈകിട്ട് എല്ലാവരും കൂടി വന്നതിന് ശേഷം ഞങ്ങൾ കേക്കൊക്കെ കട്ട് ചെയ്ത് എന്നാലും തകയോ അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്തതിന് ശേഷം പിന്നെ ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോയി. വിഴിഞ്ഞത്തല്ല, ഹാർബറിലാണ് പോയത്. മീനൊക്കെ സീ ഫുഡ് ഐറ്റംസ് കഴിക്കാനായിട്ടാണ് പോയത്. അവിടെ പോകുമ്പോൾ അവരവിടെ ഉള്ള എന്തൊക്കെ മീനുണ്ടെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരും. അപ്പോൾ നമ്മൾ അതിൽ നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്, എന്താ ഗ്രില്ല് ചെയ്യണോ ഫ്രൈ ചെയ്യണോ എന്നൊക്കെ ഉള്ളത്. അപ്പോൾ ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ അവർ ഫ്രൈ ചെയ്യുകയോ ഗ്രില്ല് ചെയ്തോ എന്തെങ്കിലും തരും. അപ്പോൾ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കൊഞ്ച്, കണവ അങ്ങനത്തെ ഐറ്റംസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ സുലൈമാനിയൊക്കെ കുടിച്ച് കുറച്ച് നേരം ഇരുന്നതിന് ശേഷമൊക്കെയാണ് ഫുഡ് വന്നത്. അതിനുശേഷം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ